വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ സിനിമയായിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് ഈതൻ ഹണ്ട് എന്ന കഥാപാത്രത്തിന്റെ അവസാന സിനിമയായിരിക്കുമെന്ന് പലരും വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. ഒന്നാമത്തെ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ മുതൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ആ ഒരു തിയറി സത്യമാകാൻ തന്നെയാണ് സാധ്യത. ലോകാവസാനം തടയാൻ ഈതൻ ഹണ്ട് നടത്തുന്ന മിഷനുകൾ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളതെങ്കിലും ഇത്രയും കാലത്തെ ലെഗസി ഈ സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കോട്ടിങ്ങിന്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തത അത്രയ്ക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ഒട്ടും മുഷിപ്പിക്കാത്ത രീതിയിൽ പാക്കേജ് ചെയ്തിട്ടുള്ള ആക്ഷൻ എൻ്റർടൈനർ തന്നെയാണ് ദ ഫൈനൽ റെക്കണിംഗ്. ഡെഡ് റെക്കണിങ്ങിൻ്റെ അവസാനം കണ്ട കാര്യങ്ങളിൽ നിന്ന് ലോകം മുന്നോട്ട് പോയി ഇപ്പോൾ ദി എൻറ്റിറ്റി എന്ന് പറയുന്ന AI കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ആളുകളെയും രാജ്യങ്ങളെയും ഒക്കെ ഈ ഒരു AI കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ ഇനി ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റിനോടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഈതൻ ഹണ്ട് മേൽപ്പറഞ്ഞ എൻറ്റിറ്റി എന്ന AI എങ്ങനെ ഇല്ലാതാക്കണമെന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയുടെ അവസാനം കയ്യിൽ കിട്ടിയ താക്കോൽ എന്ത് ചെയ്യണമെന്നതിലും ഈതന് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഒരു AI സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷനുകളും അത് ഈതനും ടീമും എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്നതുമാണ് ഈ ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നമ്മൾ കാണുന്നത്. 8 സിനിമകളിലൂടെയായി ഏതാണ്ട് 3 ദശാബ്ദങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് അതിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ സൈഡ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ക്രിസ്റ്റഫർ മെക്വേരി സംവിധാനം ചെയ്തിട്ടുള്ള അവസാനത്തെ കുറച്ച് മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഈതൻ ഹണ്ട് എന്ന കഥാപാത്രത്തെ കുറച്ചുകൂടെ അടുത്തു നിന്ന് കാണാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 10-20 കൊല്ലത്തെ ചരിത്രം ആ ക്യാരക്ടറിനുള്ളതുകൊണ്ട് സിനിമയുടെ എഴുത്തിന് അങ്ങനത്തെ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ ഒരു കഥാപാത്രം ഈതൻ ഹണ്ടിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ സമയത്തും റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തും സ്വന്തം ടീമിനെ രക്ഷിക്കാൻ ഈതൻ എന്തും ചെയ്യും എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമയാകാൻ സാധ്യതയുള്ള ഈ ഒരു പടം ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ എല്ലാ ട്രേറ്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഹോമാജ് ആണെന്ന് പറയാം. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെയും കഥാപാത്രങ്ങളെയും ഏച്ചുകെട്ടില്ലാത്ത രീതിയിൽ കഥയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ്. ഒരു വ്യക്തമായ രൂപമുള്ള എല്ലും ഇറച്ചിയുമുള്ള ഒരു വില്ലനെ ഇത്തവണ ഈതൻ ഹണ്ടിന് കൊടുക്കാൻ സംവിധായകൻ ക്രിസ്റ്റഫർ മെക്വേരിയുടെ കയ്യിലില്ല. ഒരു അന്തർവാഹിനി കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സ്ഥിരം മിഷൻ പരിപാടി ഇതിലുണ്ടെങ്കിലും സംഗതി AI ആയതുകൊണ്ട് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. ഹണ്ട് എന്തൊക്കെ വന്നാലും ലോകാവസാനം തടയുമെന്ന ഉറപ്പോടെ ആളുകൾ തിയേറ്ററിന്റെ അകത്തേക്ക് കയറുന്നതുകൊണ്ട് വലിയ ഞെട്ടിക്കുന്ന സർപ്രൈസുകളൊന്നും കഥയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈതൻ അഭിമുഖീകരിക്കുന്ന മിഷനുകൾ സാമാന്യം കഷ്ടപ്പാടുള്ളതാക്കി കാണിക്കുക എന്നതാണ് ഈ സിനിമയ്ക്ക് മുന്നിലുള്ള പ്രധാന ടാസ്ക്. 170 മിനിറ്റുള്ള ഈ സിനിമ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ചെറിയ സെറ്റ് പീസുകളും വലിയ സെറ്റ് പീസുകളുമായി ക്രിസ്റ്റഫർ മെക്വേരിയും സഹരചയിതാവ് എറിക് ജെൻഡർസനും കഥയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ആക്ഷൻ ബ്ലോക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഴയ കുറേ കഥാപാത്രത്തെ ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരർത്ഥത്തിൽ ഈതൻ ഹണ്ടിന് ഒരു ഇമോഷണൽ ക്ലോഷർ കൊടുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതുപോലെ തോന്നി. ടാസ്കുകൾ ടീം അംഗങ്ങളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. സ്വാഭാവികമായും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് നമ്മുടെ നായകൻ തന്നെയാണ് ചെയ്യുന്നത്. അണ്ടർ വാട്ടർ സീക്വൻസുകളും പിന്നെ പ്ലെയിനിന്റെ മുകളിലുള്ള ഫൈറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കാണാൻ വന്നവർക്ക് പൈസ മുതലാകുന്ന രീതിയിലുള്ള ആക്ഷൻ ബ്ലോക്കുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ടോം ക്രൂസ് സ്വതസിദ്ധമായ രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഈതൻ ഹണ്ടിനെ അവതരിപ്പിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഭാഗങ്ങളും എപ്പോഴത്തെയും പോലെ നമ്മളെ ഞെട്ടിക്കുന്ന സ്റ്റണ്ടുകളും പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഓട്ടവും ഒക്കെ ചെയ്തുകൊണ്ട് 62 വയസ്സുള്ള ഈ ആക്ഷൻ സ്റ്റാർ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഹൈലി ഏറ്റവൽ ഗ്രേസ് എന്ന കഥാപാത്രമായിട്ട് വരുന്നു. ഇത്തവണ സാമാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആ കഥാപാത്രത്തിന് ലഭിക്കുന്നുണ്ട്. വിങ് റെയിംസ് ലൂഥർ എന്ന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കൊരു ഇമോഷണൽ വിടവാങ്ങൽ സിനിമ കൊടുക്കുന്നുണ്ട്. സൈമൺ പെഗ് ബെഞ്ചി എന്ന കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. കോമഡി ആയിട്ടുള്ള ഒരു റോൾ ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫിനാലെ ആയതുകൊണ്ട് ആ കഥാപാത്രത്തിനും ഒരു ഇമോഷണൽ ലെയർ കിട്ടുന്നുണ്ട്. ഇസായ് മൊറാലസ് വില്ലനായിട്ട് വീണ്ടും വരുന്നു. പോം ക്ലെമന്റൈഫ്, ഏഞ്ചല ബെസറ്റ്, ഹെൻറി ചേർനി എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. റെഗുലറായ ഇടവേളകളിൽ റീഇൻവെൻഷൻ നടത്തിയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസാണ് മിഷൻ ഇമ്പോസിബിൾ. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ആ ഒരു റീഇൻവെൻഷൻ ഈ ഒരു ഫ്രാഞ്ചൈസിൽ സംഭവിച്ചത് റോഗ് നേഷൻ എന്ന സിനിമയിലായിരുന്നു. ആ സിനിമയിലൂടെ സംഭവിച്ച സ്റ്റൈൽ ചേഞ്ചിന്റെ ഒരുപക്ഷെ അവസാന അധ്യായമായിട്ടാണ് ഈ സിനിമ വരുന്നത്. ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ കാര്യമായ സർപ്രൈസുകൾ ഒന്നും ഇല്ലാത്തത് ഇതിനെ ഒരല്പം ജനറിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ ആക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഈതൻ ഹണ്ട് നേടുകയും നഷ്ടപ്പെടുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പല കഥാപാത്രങ്ങളെയും ഈ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഇലാബറേറ്റ് ആയ ഒട്ടും മുഷിപ്പിക്കാത്ത ഒരു ആക്ഷൻ പാക്കേജ് ആയിട്ട് മാറാൻ ഏതാണ്ട് 3 മണിക്കൂറുള്ള മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്